തീർച്ചയായിട്ടും 100%. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, NSS രമേശ് ചെന്നിത്തലയെ വിളിച്ചു, നല്ല കാര്യമല്ലേ? കഴിഞ്ഞ വർഷം ശശി തരൂരിനെ വിളിച്ചു, ഇതിനു മുമ്പ് കെ മുരളീധരനെ വിളിച്ചിട്ടുണ്ട്, ഉമ്മൻചാണ്ടിയെ വിളിച്ചിട്ടുണ്ട്. ഒരു പ്രധാനപ്പെട്ട പരിപാടിയിൽ ഏത് മതവിഭാഗമാണെങ്കിലും ഏത് സംഘടനകളാണെങ്കിലും ഒരു പ്രധാനപ്പെട്ട പരിപാടി നടത്തുമ്പോൾ അവിടെ ഒരു കോൺഗ്രസ് നേതാവിൻ്റെ സാന്നിധ്യം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കെല്ലാം അതിൻ്റെ അകത്ത് സന്തോഷം. അല്ലാതെ ആർക്കെങ്കിലും ഒരാളെ മാത്രമേ എല്ലാ പരിപാടിക്കും വിളിക്കാൻ പറ്റുമോ? അതങ്ങനെയാണല്ലോ. അല്ല, ഇതൊക്കെ എല്ലാം ഇപ്പോൾ ശിവഗിരിയിലെ പ്രധാനപ്പെട്ട സമ്മേളനത്തിൽ ഞാൻ പങ്കെടുക്കുന്നുണ്ട്. ശിവഗിരിയിലെ സമ്മേളനത്തിൽ ഒരു പരിപാടിയിൽ തന്നെ എല്ലാവർക്കും പോകാൻ പറ്റുമോ? ചെറുകോൽപ്പുഴ ഹിന്ദുമത കൺവെൻഷനിൽ ഞാൻ പങ്കെടുക്കുന്നുണ്ട്. ക്രൈസ്തവരുടെ പരിപാടികളിൽ ഞാൻ ഇന്നലെയും പങ്കെടുത്തു. വിവിധ പരിപാടികൾ എല്ലാവരും പങ്കെടുക്കും. അതിൽ കോൺഗ്രസിൻ്റെ മുൻനിരയിൽ നിൽക്കുന്ന നേതാക്കളെയും ഞങ്ങളുടെ ജനപ്രതിനിധികളായിട്ടുള്ള എല്ലാവരെയും ഓരോ സംഘടനകളിൽ ക്ഷണിക്കുമ്പോൾ ഞങ്ങൾക്ക് സന്തോഷമില്ല. ഞങ്ങളെ മാറ്റി നിർത്തുന്നില്ല. ഞങ്ങൾ അവിഭാജ്യ ഘടകമാണ് എന്ന് അവർക്ക് തോന്നിയത് കൊണ്ടല്ലേ. പിന്നെ അവരല്ലേ വിചാരിക്കേണ്ടത് ആരെ വിളിക്കണമെന്ന്. അപ്പോൾ അവർക്ക് ഏറ്റവും അടുപ്പമുള്ള ആളുകളെയും അല്ലെങ്കിൽ ഏറ്റവും ബന്ധമുള്ള ആളുകളെയും വിളിക്കും. അതൊക്കെ ഒരു കോൺഗ്രസ് നേതാക്കന്മാരെയല്ലേ വിളിക്കുന്നത്. ഇത് എന്തുകൊണ്ടാണ് നിങ്ങളെല്ലാവരും കൂടി ഇത് ചർച്ച ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അല്ലല്ല, അത് വേറെ കാര്യം. പക്ഷെ ഇത് ഞാൻ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. ഈ ആളുകൾ, സംഘടനകളിലെ ആളുകളെ, കോൺഗ്രസ് നേതാക്കളെ പരിപാടികൾക്ക് വിളിക്കുന്നതിൽ ഏറ്റവും സന്തോഷിക്കുന്ന കോൺഗ്രസ് നേതാവ് ഞാനാണ്. ഞാനല്ലേ ലീഡർഷിപ്പിൽ, ഞാനല്ലേ UDFന്റെ ചെയർമാൻ. അല്ല, അതൊക്കെ ഞാൻ പറഞ്ഞില്ല. ഇപ്പൊ മുഖ്യമന്ത്രിയെ വിമർശിക്കും. ഞാൻ മുഖ്യമന്ത്രിയെ വിമർശിച്ചില്ലേ? ഞാൻ സഹകരണ മന്ത്രിയെ വിമർശിച്ചില്ലേ? മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും ആളുകൾക്ക് വിമർശിക്കാൻ അധികാരമുള്ളതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവിനെയും വിമർശിക്കാം. പ്രതിപക്ഷ നേതാവ് പറയുന്നത് തെറ്റാണ്, പ്രതിപക്ഷ നേതാവ് പറയുന്നത് ശരിയല്ല, അദ്ദേഹത്തിൻ്റെ നാക്കിൽ നിന്ന് വരുന്നത് ശരിയല്ല എന്ന് ഒരു പരിണതപ്രജ്ഞനായ ഒരു നേതാവ് പറഞ്ഞാൽ നമ്മളത് നോക്കും, നമ്മളത് പരിശോധിക്കും. അതെന്തെങ്കിലും വേറെ രാഷ്ട്രീയ ഉദ്ദേശത്തിൽ പറഞ്ഞാണോ അല്ലെ എന്നെ കറക്റ്റ് ചെയ്യാൻ പറഞ്ഞാണോ എന്ന് ഞാൻ ശ്രദ്ധിക്കും. ഞാൻ കറക്റ്റ് ചെയ്യേണ്ടതാണെങ്കിൽ ഞാൻ കറക്റ്റ് ചെയ്യപ്പോൾ ഞാൻ കുറേ ദിവസത്തെ എൻ്റെ ഇതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ അടുത്ത കാലത്ത് എവിടെയെങ്കിലും എനിക്ക് നാക്കുപിഴ സംഭവിച്ചിട്ടുണ്ടോ, ഞാൻ മോശമായിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഉണ്ടെങ്കിൽ പരിശോധിക്കും, എന്നിട്ട് കറക്റ്റ് ചെയ്യും. അങ്ങനെയല്ലേ വേണ്ടത്. നമ്മളങ്ങനെ ഒരുപാട് വലിയ എന്താണ് അരനൂറ്റാണ്ട് കാലത്ത് പഴക്കമുള്ള ഒരു വലിയ നേതാവൊന്നും അല്ലല്ലോ. ചിലപ്പോൾ നമ്മുടെ ഭാഗത്ത് തെറ്റുകളൊക്കെ ഉണ്ടായി കാണും. തെറ്റുകൾ എല്ലാം മനുഷ്യ സഹജമല്ലേ തെറ്റുകൾ. നമ്മളെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് പോസിറ്റീവായിട്ട് എടുത്താൽ മതി. VD സതീശൻ്റെ വാക്ക് ശരിയല്ല എന്ന് പറയുമ്പോഴേക്കും ഞാൻ വെള്ളാപ്പള്ളിയുടെ മെക്കിട്ടുകാരൻ എന്തിനാ? അദ്ദേഹം എത്ര സീനിയർ ആയിട്ടുള്ള എത്ര പ്രായമുള്ള ഒരാളാണ് അദ്ദേഹം. ഞാനുമായിട്ട് ജനറേഷൻ ഗ്യാപ്പ് ഉണ്ട്. അദ്ദേഹം പറയാണ് സതീശൻ്റെ നാക്ക് ശരിയല്ല എന്നും പറഞ്ഞാൽ ഞാനല്ല പരിശോധിക്കേണ്ടത്. എന്നെ വിമർശിക്കാൻ പാടില്ല, ഞാൻ വിമർശനത്തിന് അതീതനാണ് എന്നും പറയാൻ പാടില്ല. ഞാൻ വിമർശിക്കുന്നതല്ലേ. ഏറ്റവും കൂടുതൽ കേരളത്തിൽ ആളുകളെ വിമർശിക്കുന്ന ആരാ? ഏത് പ്രതിപക്ഷ നേതാവെന്നല്ല, പ്രതിപക്ഷ നേതാവായിരിക്കും അല്ലേ. അപ്പോൾ പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ ഭരണത്തിലിരിക്കുന്ന ആളുകളെയും പാർട്ടികളെയും ഭരണത്തിലിരിക്കുന്ന ആളുകളെയും കേന്ദ്രത്തിൽ ഭരണത്തിലിരിക്കുന്ന ആളുകളെയൊക്കെ ഏറ്റവും രൂക്ഷമായി വിമർശിക്കുന്ന ആളാണ് ഞാൻ. ആ പ്രതിപക്ഷ നേതാവിനെ വേറെ ആരും വിമർശിക്കാൻ പാടില്ല. അയ്യേ, അങ്ങനെ ഞാൻ പറയില്ല. ഞാൻ ആരുമായിട്ടും പിണക്കത്തിലില്ല. ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ടല്ലോ, മത നേതാക്കൾ സമുദായ നേതാക്കളുമായിട്ട് നല്ല ബന്ധം നമ്മൾ പുലർത്തും. അവർക്കൊരു ആവശ്യം വന്നാൽ, ജെന്യുവിനായിട്ടുള്ള ആവശ്യമാണെങ്കിൽ നമ്മൾ അവരുടെ കൂടെ ഉണ്ടാവും. പക്ഷെ നമ്മൾ എടുത്തിരിക്കുന്നത് ഭയങ്കരമായ സെക്യുലർ പൊസിഷനിങ് ആണ്. അല്ല, അതൊക്കെയാണ് നമ്മുടെ സെക്യുലർ പൊസിഷനിങ് ആണ്. ഒരു സമുദായത്തെയും മാറ്റി നിർത്തില്ല, എല്ലാവരും ചേർത്ത് നിർത്തിയിട്ടുള്ള സെക്യുലർ പൊസിഷനാണ്. ഇന്ത്യൻ സെക്യുലറിസം എന്ന് പറയുന്നത് റിജക്ഷൻ ഓഫ് റിലീജിയൻ അല്ല, മതനിരാസനമല്ല, മതങ്ങളെ ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള സമീപനമാണ്. ഞാൻ ആ സെക്യുലർ പൊസിഷൻ എടുത്തിരിക്കുന്നത്. എൻ്റെ പാർട്ടിയുടെ പൊസിഷൻ അതാണ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പൊസിഷൻ അതാണ്, UDFൻ്റെ പൊസിഷൻ അതാണ്. നിങ്ങൾ കണ്ടില്ലേ മുനമ്പം വിഷയമൊക്കെ വന്നപ്പോൾ ഞങ്ങൾ എത്ര ഉത്തരവാദിത്തത്തോടു കൂടിയാണ് കോൺഗ്രസും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും UDF പാർട്ടികളിലൊക്കെ ഇടപെട്ടത്. ഞങ്ങൾ അതിൻ്റെ അകത്ത് അങ്ങനെയല്ലേ ചെയ്യുന്നത്, അല്ലാതെ ഇത് വ്യക്തിപരമായ പ്രശ്നമല്ലല്ലോ. ഞങ്ങളാരും തമ്മിൽ വല്ല അതിർത്തി തർക്കം വല്ലതും ഉണ്ട്. ചില കാര്യങ്ങൾ ഞങ്ങൾ വിമർശിക്കപ്പെടും, അതൊക്കെ സ്വാഭാവികമായിട്ടുള്ള കാര്യമല്ലേ. അല്ലല്ല, അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു. അപ്പം എനിക്ക് ഏറ്റവും സന്തോഷം, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കഴിഞ്ഞ മാസം പറഞ്ഞത് 3ാമത്തെ തവണയും പിണറായി വിജയൻ അധികാരത്തിൽ വരും, അല്ലെങ്കിൽ LDF സർക്കാർ അധികാരത്തിൽ വരും, CPM അധികാരത്തിൽ വരും. ഇപ്പം അദ്ദേഹം 2026-ൽ UDF അധികാരത്തിൽ വരും, കോൺഗ്രസിൻ്റെ ഒരു മുഖ്യമന്ത്രി ഉണ്ടാവും. അതിന് അദ്ദേഹത്തിന് ഇഷ്ടമുള്ള ആളുടെ പേര്, അതിനെന്താ തെറ്റ്?
ആന്നും തെറ്റില്ല. അദ്ദേഹം പറയുന്ന ആളല്ലേ, അദ്ദേഹം അങ്ങനെ ഓഫ് ഹാൻഡ് ആയിട്ട് എല്ലാം പറയുന്ന ആളല്ലേ. ആ കൂട്ടത്തിൽ ഇതും പറയുന്നെടുത്താൽ മതി. അല്ല, എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. ഞാൻ അവരെല്ലാവരുമായിട്ട് നല്ല ബന്ധമാണ്. ഞാൻ അവരെ ആരെയും അധിക്ഷേപിച്ച് സംസാരിച്ചിട്ടില്ല. പ്രത്യേകിച്ച് NSSനെ ഞാൻ അഭിനന്ദിച്ച് സംസാരിച്ചിട്ടുണ്ട്. കാരണം 2019 ഈ ശബരിമല വിവാദം കഴിഞ്ഞപ്പോൾ ഈ സംഘപരിവാർ ശക്തികൾ NSSലേക്ക് നുഴഞ്ഞു കയറാനൊരു ശ്രമം നടത്തി. അന്ന് അവരെ അടിച്ചതിനകത്ത് കയറ്റാതെ പുറത്ത് നിർത്താൻ തീരുമാനമെടുത്തൊരു ലീഡർഷിപ്പാണ് NSSലുള്ളത്. ഇന്ത്യയിലെ ഒരുപാട് ഹൈന്ദവ സംഘടനകളെ സംഘപരിവാർ വിഴുങ്ങിയപ്പോൾ അതിൻ്റെ അകത്തേക്ക് സംഘപരിവാറിനെ കയറ്റാതെ ധീരമായ തീരുമാനമെടുത്തൊരു ലീഡർഷിപ്പാണ് NSSനുള്ളത്. ഞാൻ അവരെ അഭിനന്ദിച്ചാണ് സംസാരിച്ചിരിക്കുന്നത്. എനിക്കെന്താ അവരുമായിട്ട് പ്രശ്നം? ഒരു പ്രശ്നമില്ല, ഒരു വഴക്കുമില്ല.